ഹായ് ഗുഡ് ഈവനിങ്. അപ്പോൾ നാളെ പെരുന്നാളൊക്കെയാണ്. അപ്പോൾ നമ്മൾ വൈകുന്നേരം തന്നെ ഒരു പർച്ചേസിനൊക്കെ വേണ്ടി ഇറങ്ങിയതാണ്. പർച്ചേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ചെറുതായിട്ട് കുറച്ച് പെർഫ്യൂംസ് മേടിക്കണം, അതുപോലെ തന്നെ ഡ്രസ്സൊക്കെ എടുക്കണം. അപ്പോൾ ഇതാ നമ്മൾ നസീമിൽ വന്ന് പെർഫ്യൂംസൊക്കെ നോക്കിയിട്ടോ. നല്ല നല്ല പെർഫ്യൂംസ് ഉണ്ട്. പക്ഷേ എനിക്ക് ഈ ഒരു കോംബോ പാക്കിൽ 3 സ്മെല്ലും നന്നായിട്ട് ഇഷ്ടമായി. അപ്പോൾ ഞാൻ അത് ചൂസ് ചെയ്തു കേട്ടോ. നല്ല സ്മെല്ലായിരുന്നു. അപ്പോൾ നമ്മൾ അത് അവിടുന്ന് വാങ്ങി അങ്ങനെ അവിടുന്ന് പോന്നു കേട്ടോ. നല്ല പെർഫ്യൂമാണ്, എനിക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടോ അത്. അങ്ങനെ നമ്മൾ അവിടുന്ന് ഇറങ്ങി പിന്നെ നെസ്റ്റോയിലാണ് പോയത്. നെസ്റ്റോയിലെത്തിയ സമയത്ത് ഇതാ അവിടെ കുറേ ടോയ്സൊക്കെ ഉണ്ടായിരുന്നു. ആ സെക്ഷനൊക്കെ ജസ്റ്റ് ഒന്ന് കറങ്ങി. പിന്നെ അത് കഴിഞ്ഞ് നോക്കുമ്പോൾ ഇതാ നമ്മൾ മുന്നോട്ട് പോയിട്ടോ. നല്ല ടോയ്സ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടോയ്സ് ഐറ്റംസ് എല്ലാം കണ്ടിട്ടോ, നമ്മൾ ഫ്ലഫി ആയിട്ടുള്ള സാധനങ്ങൾ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കി. പിന്നെ നമുക്കൊരു ടിഷ്യൂ വേണമായിരുന്നു അതിൽ കൈ തുറക്കുന്നത്. അപ്പോൾ അത് നോക്കി നോക്കുമ്പോൾ അതിലും നല്ല അടിപൊളി സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു കോഫിയുടേതും അതുപോലെ ഒരു വീടിൻ്റെ ഒരു ഇതായിട്ടുള്ളത് എടുത്തു കേട്ടോ, കൈ തുടക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നോക്കുമ്പോൾ ഒരു കുറേ ഹാമ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. അതൊക്കെ ജസ്റ്റ് അങ്ങനെ നോക്കി, അതൊന്നും വാങ്ങിയില്ല, ജസ്റ്റ് നോക്കി. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഫ്ലവേഴ്സും പിന്നെ കുറേ അറേഞ്ച്മെൻറ്റ്സ് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ക്രാഫ്റ്റ് വർക്കിൻ്റെ കുറേ സാധനങ്ങളൊക്കെ അതൊക്കെ നോക്കി. നമുക്ക് നമ്മുടെ ഷർട്ടും പാൻറ്റുമാണ് മെയിൻ. നമ്മളൊരു വൈറ്റ് പാൻറ്റ് ചൂസ് ചെയ്തായിരുന്നു. അപ്പോൾ അതിലേക്ക് പറ്റിയ ഷർട്ടാണ് നോക്കുന്നത്. ഷർട്ട് നോക്കിയിട്ട് കിട്ടില്ല. അപ്പോൾ ഞാൻ ടീ-ഷർട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അതിൽ കളേഴ്സ് നോക്കിയപ്പോൾ ഈ ഒരു കളർ നല്ല കളറാണ്. പിന്നെ അതിലൊരു ഗ്രീൻ ഷെയ്ഡ് നോക്കിയാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ അത് നോക്കി അങ്ങനെ സെലക്ട് ചെയ്തു. അങ്ങനെ 2 ഷർട്ടും കാര്യങ്ങളൊക്കെ എടുത്തു, പാൻറ്റ് എടുത്തു. അങ്ങനെ അതൊക്കെ വാങ്ങി അവിടെ നിന്ന് പോകുന്നു കേട്ടോ, ടീ-ഷർട്ട്. പിന്നെ അവനെ വീട്ടിൽ കുറേ നേരത്താണ് വിചാരിച്ചത് ഇപ്പോൾ പെരുന്നാളിന് മധുരം കഴിക്കണത്. രാവിലെ മധുരം കഴിച്ചിട്ടാണ് പള്ളിയിൽ പോകാറ്. അപ്പോൾ ആ മധുരവും ബേക്കറി പോയി അതും വാങ്ങിയിട്ട് അങ്ങനെ വീട്ടിലേക്ക് നടന്നു. അങ്ങനെ വീട്ടിലെത്തി രാവിലെ നേരത്തെ എണീറ്റ് നമ്മളിതിൽ ഏത് ഷർട്ട് ഇടും എന്ന് കൺഫ്യൂഷനായി ടീ-ഷർട്ട്. അപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു ഗ്രീൻ ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഗ്രീൻ ചൂസ് ചെയ്തു. പിന്നെ ഗ്രീൻ ചൂസ് ചെയ്തിട്ട് നമ്മളത് ഇട്ടിട്ട് മധുരമൊക്കെ കഴിച്ച് പകുതി ആയപ്പോഴാണ് വീഡിയോ എടുക്കുന്നത്. മധുരമൊക്കെ കഴിച്ച് നേരെ പള്ളിയിൽ പോയിട്ടോ. പള്ളിയിൽ പോയി നിസ്കാരമൊക്കെ കഴിഞ്ഞ് കുത്തുബയൊക്കെ കഴിഞ്ഞ് അങ്ങനെ എല്ലാവരോടും ഈദും പാറൊക്കെ പറഞ്ഞ് അങ്ങനെ അവിടുന്ന് ഇറങ്ങി. ഇനിയിത് റൂമിൽ പോയിട്ട് നന്നായിട്ടൊന്ന് ഉറങ്ങണം. പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ടൊന്ന് അടിച്ച് പൊളിച്ച് ഉറങ്ങണം എന്ന് വിചാരിച്ചു. ഇവിടെ പെരുന്നാൾ പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കമാണ് മെയിൻ, അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. പിന്നെ പുറത്ത് എവിടെയെങ്കിലുമൊക്കെ പോകണമെന്നുണ്ടായിരുന്നു. പക്ഷേ പള്ളിയിലൊക്കെ നിറയെ ആളുണ്ടായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. പിന്നെ പുറത്തും കുറേ ആൾക്കാർ നിസ്കരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പുറത്തിറങ്ങി നോക്കുമ്പോൾ അപ്പുറത്തൊക്കെ ഫോട്ടോ സെക്ഷൻസ് ഇങ്ങനെ നടക്കുന്നുണ്ട്. ഓരോരുത്തരും വണ്ടിയൊക്കെ ഇങ്ങനെ ലക്ഷറി വണ്ടികളൊക്കെ നിർത്തിയിട്ടുണ്ട്. അതിനൊക്കെ അവിടെ ക്യൂ ആണ് ഫോട്ടോസ് എടുക്കാൻ. അങ്ങനെ ഒരുപാട് രസമായിരുന്നു പെരുന്നാൾ പ്രാവശ്യത്തെ. അൽഹംദുലില്ലാഹ് അടിപൊളിയായിട്ട് പോയി. അങ്ങനെ ഇനിയിപ്പോൾ റൂമിൽ പോയിട്ട് നമ്മളൊരു അടിപൊളി ദം ബിരിയാണി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ദം ബിരിയാണി പൊട്ടിച്ചിട്ട് നല്ല അടിച്ച് പൊളിച്ച് ബിരിയാണിയും കഴിച്ചിട്ട് നമ്മളൊരു അടിച്ച് പൊളിച്ചിട്ട് ഒന്ന് ഉറങ്ങണം. ഉറങ്ങി നീട്ടിയിട്ട് വേണം പുറത്ത് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ. ഓക്കെ, ബൈ.